വെൽക്കം ടു ഈസി ക്ലാസ് ലൈഫ് മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് യൂണിവേഴ്സിറ്റിന്റെ സെക്കൻഡ് സെം ആയ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ മേജർ സബ്ജക്റ്റ് ആയിക്കാണ്ടില് എസെൻഷ്യൽസ് ഓഫ് എക്കണോമിക്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിക്കാണ്ടില്ല അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിക്കാണ്ടില് ഫൗണ്ടേഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ബിഹേവിയർ ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മീൻ ബൈ റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിൽ എന്താണ് റാഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അപ്പോൾ എൻ്റെ ആൻസർ ആണ്, റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ് റെഫേഴ്സ് ടു ദ അസംഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് ബൈ ലോജിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ അവൈലബിൾ ഇൻഫോർമേഷൻ ടു മാക്സിമൈസ് ദയർ യൂട്ടിലിറ്റി ഓർ സാറ്റിഫിക്കേഷൻ. അതായത് അപ്പോൾ എക്കണോമിക്സിൽ അപ്പോൾ റാഷണാലിറ്റി എന്നതുകൊണ്ട് പറയുന്നത് അപ്പോൾ വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അപ്പോൾ കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷനും റാഷണൽ ആയിക്കാണ്ട് വിലയിരുത്തി തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് അവരുടെ ആ ഒരു പ്രയോജനത്തിനോ അല്ലെങ്കിൽ സാറ്റിഫിക്കേഷനോ വേണ്ടിയാണ് അവരെ ചെയ്യുന്നത്. അതായത് ഒരു ഒരു ഇപ്പം നമ്മൾ രണ്ട് ഓപ്ഷൻ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് ഒരു സംഭവം നമ്മൾ ചൂസ് ചെയ്യുന്നതിനാണ് ഇവിടെ എന്ത് പറയുന്നത്, റാഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നല്ലോണം ആലോചിച്ചിക്കാണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ഇത് മെയിൻ ആട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കാണ്ട് ഇത് വരും കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ബിഹേവിയറൽ എക്കണോമിക്സ് വ്യൂ ഹ്യൂമൻ നേച്ചർ ഡിഫറെൻ്റ്ലി ഫ്രം ക്ലാസിക്കൽ എക്കണോമിക്സ്. അതായത് ബിഹേവിയറൽ എക്കണോമിക്സ് മനുഷ്യ സ്വഭാവത്തെ ക്ലാസിക്കൽ എക്കണോമിക്സിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബിഹേവിയറൽ എക്കണോമിക്സ് മെയിനായി പറയുന്നത് മനുഷ്യരെല്ലായ്പ്പോഴും ഇമോഷൻസ്, അതേപോലെ മാനസിക ഘടകങ്ങൾ, ബയാസ് എന്നീ അടിസ്ഥാനത്തിലാണ് ഓരോ ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ്. പക്ഷെ ഇതിന് നേരെ തിരിച്ചാണ് ക്ലാസിക്കൽ വ്യൂ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമോഷൻസ് ഒന്നുമല്ല, മനുഷ്യരെന്താണ് ഭയങ്കര റാഷണൽ ആയിക്കാണ്ട് ഭയങ്കര യുക്തിബോധം ആയിക്കാണ്ടാണ് ഓരോ പൂർണ്ണമായിക്കാണ്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സിലെ വ്യൂവിൽ പറയുന്നത്. പക്ഷെ ഇപ്പോൾ മെയിൻ ആയിക്കാണ്ട് ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്നത് ബിഹേവിയറൽ എക്കണോമിക്സ് വ്യൂ ആണ്. കാരണം ശരി തന്നെയാണ്, നമ്മൾ ഇമോഷൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുമല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് റോൾ ഡസ് ടൈം പ്ലേ ഇൻ എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്. അതായത് എക്കണോമിക്സ് ഡിസിഷൻ മേക്കിങ്ങിൽ ടൈം എന്ത് പങ്കാണ് വഹിക്കുന്നത്, എന്താണ് ടൈമിൻ്റെ ആ ഒരു ആവശ്യം എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ എന്നതാണ്. അതായത് സമയം എന്ന് പറയുന്നത് അപ്പോൾ ടൈം എഫക്റ്റ് ഡിസിഷൻസ്. അതായത് ടൈം എന്തിനെ ബാധിക്കും, ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് എന്തായാലും ബാധിക്കും. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പോകേണ്ട ആവശ്യത്തിന് നമ്മളൊരു കാര്യം റാഷണലി നമ്മൾ ഒരു കാര്യം ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരും, അവിടെ എറർ വരും. കാരണം അവിടെ തെറ്റ് വരും. കാരണം നമ്മൾ ശരിയല്ലാത്ത ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ടൈം നമ്മൾ ഓരോ റാഷണൽ ആയിക്കാണ്ട് തിങ്ക് ചെയ്യുന്നതിന് ടൈം നല്ലോണം ബാധിക്കും. അപ്പോൾ ടൈം ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റും ആൾട്ടർനേറ്റ്സും ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ആക്ഷൻസ് ദാറ്റ് ബെനഫിറ്റ് വൺ സെൽഫ്. അതായത് സ്വയം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അതായത് അവനവൻ്റെ പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റ്സം എന്നാൽ ആക്ഷൻസ് ടേക്കൻ ടു ബെനഫിറ്റ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിനെയാണ് ആൾട്ടറിസം എന്ന് പറയുന്നത്. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ക്ലാസിക്കൽ വ്യൂ ഓഫ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ്. അത് എക്കണോമിക്സിലെ റാഷണാലിറ്റിയെ കുറിച്ച് ക്ലാസിക്കൽ വീക്ഷണം അല്ലെങ്കിൽ വ്യൂ എന്താണ് എന്നതാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണമായ റാഷണാലിറ്റിയാണ് ഒരു വ്യക്തികൾക്ക് ഉണ്ടാവുക എന്നാണ് ക്ലാസിക്കൽ വ്യൂ അനുസരിച്ച്. അതായത് അവർക്കൊരു തെറ്റും വരില്ല, എല്ലാം നല്ല കറക്റ്റ് ആയിക്കാണ്ട് റാഷണൽ ആയിക്കാണ്ടാണ് അവർ തിങ്ക് ചെയ്യുന്നത്. പിന്നെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് അവർ ഒന്നും കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എല്ലാ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ ഭയങ്കര റാഷണൽ ആയിക്കാണ്ട് വളരെ കറക്റ്റ് ആയിക്കാണ്ടാണ് ചിന്തിക്കൽ എന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ വ്യൂ പറയുന്നത് റാഷണാലിറ്റിയെ പറ്റി.
ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡസ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് കൺസ്യൂമേഴ്സ് മേക്ക് ചോയ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അതായത് റാഷണൽ ആയിക്കാണ്ടില്ല തീരുമാനമെടുക്കൽ അപ്പോൾ കൺസ്യൂമേഴ്സിന് വിപണിയിൽ അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ അതായത് നമ്മളൊരു മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ അടുത്ത് ക്യാഷിൻ്റെ കാര്യം നോക്കിയിട്ട്, അതേപോലെ നേട്ടം നമുക്കെന്താ ആവശ്യം നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രയോജനമൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ ആളുകൾക്ക് യുക്തിസഹമായിക്കാണ്ട് നമുക്ക് ഡിസിഷൻസ് ആലോചിക്കാണ്ട് നമുക്ക് തീരുമാനം എടുത്തുകാണ്ട് മേടിക്കാൻ വേണ്ടി പറ്റും ഓരോ മാർക്കറ്റിൽ നിന്നും. അതിനെയാണ് എന്ത് പറയല്, അപ്പോൾ റാഷണൽ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു. നമ്മൾ ഓരോ മാർക്കറ്റ് പ്ലേസിലും നമുക്ക് എന്താണോ താല്പര്യം അതാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോണത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ വ്യൂ ഓഫ് ദ റാഷണാലിറ്റി. അപ്പോൾ ക്ലാസിക്കൽ വ്യൂവിലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ റിയൽ വേൾഡ് എക്കണോമിക് ബിഹേവിയർ. അതായത് നമ്മൾ റിയൽ വേൾഡിൽ എന്തൊക്കെയാണ് നമ്മുടെ ബിഹേവിയർ ആയിക്കാണ്ട് സ്വാധീനിക്കുന്നത്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നതാണ്. അതായത് നമ്മുടെ റിയൽ വേൾഡിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അത് എന്തൊക്കെ ഇമോഷൻസ്, അതേപോലെ ടൈം, നമ്മളുടെ ഓരോ അപ്പം ബയാസ് കാര്യങ്ങൾ, ഇമോഷൻസ്, അതേപോലെ സൈക്കോളജിയിലായിക്കാണ്ട് ഓരോ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആക്കിക്കാണ്ട് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എന്താവില്ല, പെർഫെക്റ്റ് റാഷണാലിറ്റി ആവില്ല. കാരണം പെർഫെക്റ്റ് ആയിക്കാണ്ട് കറക്റ്റ് ആയിക്കാണ്ട് യുക്തിബോധത്തിൽ പെടില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, കാരണം നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഓപ്ഷൻ തിരഞ്ഞുകാണ്ട് എടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആവണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഇസ് ദ ഐഡന്റിഫൈങ് അൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വ്യത്യസ്ത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ഇറ്റ് ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ് കമ്പയർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാനും, അതായത് വ്യത്യസ്ത ആയിക്കാണ്ട് ഓപ്ഷൻ നമുക്ക് ഏതാണ് നല്ലത് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ അസസ് കോൺസിക്വൻസ്, അതിൻ്റെ ആ ഒരു ഫലങ്ങൾ വിലയിരുത്താൻ, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ചൂസിങ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഓർ ബെനഫിറ്റ് പാത്ത്, അത് ഏറ്റവും ഫലപ്രദമോ ഗുണകരമോ ആയ വഴി തിരഞ്ഞെടുക്കാൻ എന്ത് പറ്റും, ഈ ആൾട്ടർനേറ്റീവ് ആയിക്കാണ്ട് കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നതിലൂടെ പറ്റും. അപ്പോൾ ഇത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓൾട്ടറിസം ആൻഡ് ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് എക്കണോമിക് ഡിസിഷൻസ്. അപ്പോൾ എന്താണ് ഓൾട്ടറിസം, അത് സാമ്പത്തിക തീരുമാനങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഓൾട്ടറിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ക്ഷേമത്തിനയക്കാണ്ട് അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഓൾട്ടറിസം എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പണം നൽകുക, അല്ലെങ്കിൽ അവരെ സഹായിക്കുക. അപ്പോൾ അതിനെയാണ് ഓൾട്ടറിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എഫക്റ്റീവ് ആയിക്കാൻ ഡിസിഷൻ അവർക്ക് വേണ്ടി മേക്ക് ചെയ്യുന്നത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ലഭ്യമായ ഓപ്ഷനിൽ നിന്ന് തീരുമാനമെടുക്കുന്നവർ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, അതായത് ചോയ്സ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഓരോ ഓപ്ഷനും നൽകുന്ന ലാഭവും ചെലവും വിലയിരുത്തിയാണ് അവർ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതായത് അവർക്ക് എന്തൊക്കെ ലാഭം അല്ലെങ്കിൽ എന്തൊക്കെ ചെലവാണ് വരാക്കെ നോക്കിയിട്ടാണ് ഓരോ ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ലിമിറ്റഡ് ആയിക്കാണ്ടില്ല റിസോഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്ന ഓപ്ഷനാണ് അവർ, അതായത് റേഷൻ ആയിക്കാണ്ട് ചിന്തിക്കുന്നവർ തിരഞ്ഞെടുക്കുന്നത്, ചോയ്സ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് റാഷണലായിട്ട് ചിന്തിക്കാൻ ഒരുപാട് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ നല്ലത് സെലക്ട് ചെയ്യുന്നതിനെയാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ആൾക്കാർ ഡിസിഷൻ മേക്കിങ്ങിൽ നിന്ന് അപ്പോൾ ചോയ്സ് ചെയ്ത് കണ്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ന്യൂ ക്ലാസിക്കൽ വ്യൂ ഓഫ് എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൽ അപ്പോൾ ന്യൂ ക്ലാസിക്കൽ വ്യൂവിൻ്റെ അപ്പോൾ റാഷണൽ അയക്കാണ്ടിലെ തീരുമാനമെടുക്കലിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്. അതായത് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലഭ്യമായ ഇൻഫോർമേഷനെ അടിസ്ഥാനമാക്കി യുക്തിസഹവും വിവരമുള്ളതുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ഇൻഡിവിജ്വലായ കൺസ്യൂമേഴ്സിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലാഭം പരമാവധിയാക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് 5 മാർക്കിന്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കമ്പയർ ദ വ്യൂസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ ക്ലാസിക്കൽ, ന്യൂ ക്ലാസിക്കൽ ആൻഡ് ബിഹേവിയർ എക്കണോമിക്സ്. അതായത് എന്താണ് ക്ലാസിക്കൽ, ന്യൂ ക്ലാസിക്കൽ, അതായത് ബിഹേവിയർ എക്കണോമിക്സ്, ഇത് മൂന്ന് കമ്പയർ ചെയ്യാനാണ്. അതായത് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിക്കാണ് 5 മാർക്കിനല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് ഇവിടെ പറയണല്ലോ കേട്ടോ. കാരണം അത്രയും ഡീപ്പാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലെങ്ത് ഒരുപാടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അപ്പോൾ യുക്തിസഹമായിക്കാണ് ചിന്തിക്കല്. പക്ഷെ ആർക്ക് വേണ്ടി? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആദം സ്മിത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റും കാര്യമൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്താണ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ്. ഇവിടെ മെയിൻ ആയിക്കാണ്ട് പറയുന്നത് എന്താ വെച്ചാൽ, അപ്പം ആൾക്കാരൊക്കെ ഭയങ്കര യുക്തിസഹമായിക്കാണ്ടാണ് എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്യണത് എന്നാണ് ഇവിടെ പറഞ്ഞത്. നല്ലോണം ആലോചിച്ചാണ്ട് കറക്റ്റ് റാഷണാലിറ്റി മാത്രമേ ഇവിടെ നടക്കണു എന്നാണ് ആര് പറഞ്ഞു? ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. പക്ഷേ ബിഹേവിയറൽ എക്കണോമിക്സ്ക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം നമ്മുടെ ഓരോ റാഷണാലിറ്റി, നമ്മളുടെ ഓരോ തീരുമാനം എടുക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് യുക്തിസഹമായിക്കാണ്ട് എല്ലാം നമ്മളെ തീരുമാനങ്ങൾ വരുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വികാരങ്ങൾ, അതേപോലെ നമ്മുടെ ഇമോഷൻസ്, ടൈം, പിന്നെ നമ്മൾ വേരിയേഴ്സ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിക്കാണ്ട് ഫാക്ടേഴ്സ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിക്കാണ്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലാതെ റാഷണൽ ആയിക്കാണ്ടല്ല തീരുമാനങ്ങൾ വരുന്നത് എന്നാണ് ആര് പറഞ്ഞ? ബിഹേവിയറൽ എക്കണോമിക്സ് പറയണത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇമോഷൻസും നിയന്ത്രണങ്ങളും സാമ്പത്തിക തീരുമാനമെടുക്കലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്, വിശദീകരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് പറയുന്നത്? ഫിയർ, അതേപോലെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആങ്കർ പോലുള്ള വികാരങ്ങൾ നമുക്ക് കറക്റ്റ് അല്ലാത്ത രീതിയിൽ റാഷണാലിറ്റി അല്ലെങ്കിൽ എന്താണ് യുക്തിരഹിതമായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ചോയ്സ് ചെയ്യാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളുടെ ഓരോ ഇമോഷൻസ്, അതേപോലെ നമ്മുടെ സന്തോഷത്തിനൊക്കെ അനുസരിച്ച് നമ്മളൊരു കാര്യം ഡിസിഷൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ചെയ്ത് ചിലപ്പോൾ റോങ് ആവാം. അതിന് ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ സമയം, പിന്നെ നമ്മുടെ വരുമാനം, അതായത് നമുക്ക് എത്ര വരുമാനം ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ വീഴ്ച വരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ്, കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ഓരോ കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഓരോ റോങ്സ് വരാം. അതാ പറഞ്ഞ ഇമോഷൻസിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ റാഷണൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പറയുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ ചുരുക്കിയാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആക്കിക്കാണ്ട് കുറച്ചും കൂടി ഡീപ്പിൽ എഴുതേണ്ടി വരും കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ന്യൂറോ എക്കണോമിക്സ് കോൺട്രിബ്യൂട്ട് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കണോമിക് ഡിസിഷൻസ്. അതായത് എക്കണോമിക് ഡിസിഷനുകളെ കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ന്യൂറോ എക്കണോമിക് എങ്ങനെ സംഭാവന നൽകുന്നു എന്നതാണ്. അതായത് തലച്ചോറിന്റെ പ്രവർത്തനം തീരുമാനമെടുക്കലിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ ന്യൂറോ എക്കണോമിക്സ്, ന്യൂറോ സയൻസ്, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വികാരങ്ങളും മസ്തിഷ്ക രസതന്ത്രവും സാമ്പത്തിക പെരുമാറ്റത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എന്തായിക്കാണ്ട് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഓരോ ന്യൂറോ ആയിക്കാണ്ട് അത് മസ്തിഷ്കം ആയിക്കാണ്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പൂർണ്ണമായും യുക്തിസഹമായ ഏജന്റുമാരും ആശയത്തെ വെല്ലുവിളിക്കുകയും ആളുകൾ പെരുമാറ്റമില്ലാത്തതോ യുക്തിരഹിതമായ തോന്നുന്നതോ ആയ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഓരോ ന്യൂറോ എക്കണോമിക്സ് ചെയ്യണത് കേട്ടോ. കാരണം നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ ഓരോ കാര്യം ഡിസിഷൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ന്യൂറോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കീ സ്റ്റെപ്സ് ഇൻ ദ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൽ റാഷണൽ ആയിക്കാണ്ട് ഡിസിഷൻ മേക്ക് പ്രോസസ്സിൽ പ്രധാന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതിൽ 7 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഓഫ് നീഡ്. അപ്പോൾ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ആവശ്യം എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഗാദർ റിവലവൻറ്റ് ഇൻഫർമേഷൻ. അതായത് അതിൽ എന്തൊക്കെ വിവരങ്ങളാണ്
ആണ് ശേഖരിക്കലാണ് രണ്ടാമത്തെ. പിന്നെ ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, അതായത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പരിഹാരം തിരിച്ചറിയലാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവിൽ നിന്ന് സൊല്യൂഷൻ തിരിച്ചറിയലാണ്. പിന്നെ നാലാമത്തെ ഇവാലുവേറ്റിംഗ് ഈച്ച് ഓൾട്ടർനേറ്റീവ്സ് ആണ്. പിന്നെ അപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് വിലയിരുത്താനാണ്. പിന്നെ അതിൽ അഞ്ചാമത്താണ് ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആ ഒരു ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നല്ല ബെസ്റ്റ് ആയത് സെലക്ട് ചെയ്യലാണ്. പിന്നെ ആറാമത്തെന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ദ ഡിസിഷന്, അപ്പോൾ തീരുമാനം നടപ്പിലാക്കലാണ് ആറാമത്തെ. ഇനി ഏഴാമത്തതാണ് റിവ്യൂയിങ് ദ ഔട്ട്കം, അതായത് ഫലം അവലോകനം ചെയ്യലാണ്. ലാസ്റ്റ് അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് പറയലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ റേഷനിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്.